ഗസ്സക്കാർക്ക് തുണയായത് അവരുടെ വിശ്വാസം. ചരിത്രത്തിൽ ഏറെ അപൂർവതയുള്ള നാടാണ് ഇസ്രായേൽ. ഒരൊറ്റ വലിയ പരാജയമുണ്ടായാൽ മതി, ആ പരാജയം താങ്ങാൻ അതിന് കഴിയില്ല. പ്രഹരിക്കാനും ചുറ്റുമുള്ളവരെ ഭയപ്പെടുത്തി നിർത്താനുമുള്ള അതിൻ്റെ ശേഷി നഷ്ടപ്പെട്ടാൽ സയനിസ്റ്റ് പദ്ധതിയുടെ അന്ത്യമായെന്ന് മനസ്സിലാക്കാം. 2016 അന്തരിച്ച പ്രമുഖ ഈജിപ്ഷ്യൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ മുഹമ്മദ് ഹസൈൻ ഹൈക്കലിൻ്റെ വാക്കുകളാണിത്. ഗസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം എഴുതപ്പെട്ട ഒന്നിലധികം അറബി കോളങ്ങളിൽ ഈ വാക്കുകൾ ഉദ്ധരിക്കപ്പെട്ടത് കണ്ടു. ഇസ്രായേലിന് അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹമാസ് ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാറെന്ന് എല്ലാവരും സമ്മതിക്കുന്നു. തോറ്റത് ഇസ്രായേലാണെന്ന കാര്യത്തിൽ ഇസ്രായേൽ മീഡിയയ്ക്കും സംശയമില്ല. എങ്കിൽ പിന്നെ ഹൈക്കലിൻ്റെ പ്രവചനപ്രകാരം ഈ പരാജയത്തോടെ സയനിസ്റ്റ് പ്രൊജക്റ്റ് കൂടുതൽ ദുർബലമായി തിരോഭവിക്കാൻ തുടങ്ങുകയാവണം. ഒരു അഭിമുഖത്തിലാണ് ഹൈക്കൽ ഈ പ്രവചനം നടത്തുന്നത്. സെക്യുലറിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈക്കൽ അഭിമുഖത്തിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ പോരാട്ടങ്ങളുടെ പ്രഥമ പ്രചോദനം ദീനായിരിക്കുമെന്ന്. ഇസ്ലാം കേന്ദ്രസ്ഥാനത്ത് വരാതെ അവിടെ ഒരു വിമോചന പോരാട്ടവും ആരംഭിക്കുന്നില്ല. പക്ഷേ വിശകലനങ്ങളിൽ നിന്ന് ഈ വശം പാടെ തമസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ വിശകലനം ചെയ്യുമ്പോഴും ഇസ്രായേലിൻ്റെയും പാശ്ചാത്യ ശക്തികളുടെയും ആയുധ രൗദ്രതയ്ക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ ഗസ്സക്കാർക്ക് തുണയായത് അവരുടെ ദൈവവിശ്വാസമായിരുന്നു എന്ന സത്യം പലരും പറയാൻ മടിക്കുന്നു. പ്രപഞ്ചനാഥൻ തങ്ങളെ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസം തന്നെയാണ് ഇങ്ങനെയൊരു മഹാത്ഭുതം സംഭവിപ്പിച്ചത്. ജൂത പുരോഹിതന്മാർ വരെ ഈ വിശ്വാസ ദൃഢതയിൽ ആശ്ചര്യപ്പെടുന്നു. ബോംബാക്രമണത്തിൽ ഉറ്റവരെ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടും ഗസയിലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പോരാട്ട വഴിയിൽ മുന്നേറുന്നത് കണ്ട കുറേയധികം ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി എന്ന വാർത്തയും വരുന്നുണ്ടായിരുന്നു. ഈ വിജയത്തിൻ്റെ രണ്ടാമത്തെ അടിക്കല്ല് ഫലസ്തീനുകളുടെ ഭദ്രമായ കുടുംബ സംവിധാനമാണ്. ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ വരെ ത്യജിക്കാൻ തയ്യാറാവുന്ന തലമുറകളാണ് ആ കുടുംബങ്ങളിൽ വളർത്തപ്പെടുന്നത്. ധാർമ്മിക മൂല്യങ്ങൾ അഭ്യസിച്ച് വളരുന്ന പുതുതലമുറ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനുള്ള ധീരതയാർജിക്കുന്നു. ഗസ്സക്കാരായ കുട്ടികൾ അവരുടെ പ്രായത്തേക്കാൾ എത്രയോ പക്വമായ സംസാരങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ നടത്തുന്നത് നാം കണ്ടതാണല്ലോ. കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലും നാം കാണുന്നു. എവിടെ ബോംബ് വീണാലും ഗസ്സക്കാർ അവിടെ ഓടിക്കൂടും. പരിക്കേറ്റവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകും. പിന്നെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകും. സഹായിക്കാനെത്തുന്ന ഇവരുടെ തലയിലും ഏതു നിമിഷവും ബോംബ് വീഴാം. സ്വന്തം ജീവൻ അപകടപ്പെടുത്തിയും സഹോദരനെ സഹായിക്കാനുള്ള ഈ സന്നദ്ധതയാണ് ആ ജനതയുടെ ഏറ്റവും വലിയ ആത്മീയ ബലം. വളരെ സ്ട്രാറ്റജിക്കലായ ഒരായുധം തന്നെയാണ് ഈ ചേർന്നുനിൽപ്പും പരസഹായവും. ശത്രുവിൻ്റെ കയ്യിൽ അത്തരമൊരു ആയുധമില്ല. അവസാന വിശകലനത്തിൽ മാരകമായ ആയുധങ്ങളോ സേനാബലമോ ഒന്നുമായിരിക്കില്ല യുദ്ധഗതി നിയന്ത്രിക്കുക എന്നർത്ഥം. തൂഫാനുൽ അഖ്സ നൽകുന്ന വലിയ പാഠവും മറ്റൊന്നല്ല.